എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഏകദേശം ഫ്ലാറ്റായിട്ട് ഓപ്പണായി നേരെ താഴോട്ട് പോകുമായിരുന്നു. നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങി ഏകദേശം 200 ചില്ലുവാനം പോയിൻ്റ് നിഫ്റ്റി താഴെ പോയതിന് ശേഷം അവിടുന്ന് നല്ല കവറിങ് വന്ന് ഏകദേശം ഒരു 50-60 പോയിൻ്റ് പ്ലസ്സിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു. ഇന്നാണ് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടുന്നൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിന് കിട്ടിയത്. കണ്ടില്ലേ, CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടിന്യൂസ് ഇപ്പം നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ അറിയാം റീസെൻ്റ് ഒരു ഹൈ എന്ന ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. നാളെ ചിലപ്പോൾ ഈ റേഞ്ചിലോട്ടൊന്ന് വന്നിട്ട് തിരിച്ച് കയറിപ്പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. 22,200 റേഞ്ചിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു നാളെ മാർക്കറ്റ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ ഒരു ഡൗൺ ഓപ്പണിംഗ് കിട്ടിയ ബൈങ് ആകാനാണ് ചാൻസ് കൂടുതൽ. സെയിം ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയും കണ്ടിന്യൂസ് ഇതിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലേ, ട്രെൻഡ് ലൈൻ നോക്കിയാൽ അറിയാം. കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റിയിലും സെയിം അതുപോലെ തന്നെ. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻ്റ് ആണോ നിഫ്റ്റിയിൽ നിന്ന് പ്ലസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം നാളെ ഇത് ഈ റേഞ്ചിലോട്ട് വന്നിട്ട് തിരിച്ച് കയറാനാണ് എൻ്റെ ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നാളത്തേനോ മറ്റന്നാൾ ഒരു 1-2 ദിവസത്തിന് മാത്രം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കന്നേരം അടുത്ത ദിവസത്തേനുള്ള ഷെയർസ് നോക്കാം. നമ്മൾ നാളത്തേന് 19 ഷെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി നോക്കിയേ 0.22% പ്ലസ്സിൽ. ബാങ്ക് നിഫ്റ്റി 0.7, ഒരു 0.5% മുകളിൽ കിട്ടിയിട്ടുണ്ട്. നാളെ നമ്മൾ 19 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 19 ഷെയറിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ഷെയറുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഷെയർ. ഇതിൻ്റെ റിസൾട്ട് എടുക്കായിരുന്നു. കഴിഞ്ഞ ദിവസം മോശമായിട്ടുള്ള റിസൾട്ട് വന്നു, നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത് ഇച്ചിരി പിടിച്ചു നിന്നു. പക്ഷേ നാളെ വീണ്ടും തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. എനിക്ക് തോന്നുന്നത് ഒരു 900-ന് മുകളിൽ പോയിട്ട് 891 കട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ചാൻസാണ്. അതല്ല ഈ 855 അല്ലെ 893 റേഞ്ച്, ഏത് റേഞ്ചിലാണോ വന്നിട്ട് ഇറങ്ങുന്നത് അവിടുന്ന് നല്ല രീതിയിൽ താഴോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ഷെയർ, ബാങ്ക് ഓഫ് ബറോഡ അതും റിസൾട്ട് വന്നു, അതിനുശേഷം ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ഇച്ചിരി കയറി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയർ ഒരു 65 മാക്സിമം ഒരു 265 റേഞ്ചിൽ താഴെ ഇറങ്ങി ഇതിന് താഴോട്ട് പോവുകയാണെങ്കിൽ എൻട്രി എടുക്കുക. അതിന് ശേഷമുള്ള മൂവ്മെൻറ്റിലൊന്നും എൻട്രി ചെയ്യരുത്. മുകളിലോട്ടുള്ള മൂവ്മെൻറ്റിലൊന്നും എൻട്രി ചെയ്യരുത്. അതുപോലെ ഈ പിരമൽ ഫാർമ എന്ന് പറയുന്ന ഈ ഷെയറിൻ്റെ ആവറേജ് ശ്രദ്ധിക്കുക, 160. നാളെ ഈ ആവറേജിന് മുകളിൽ പോയി ഹൈ അടിക്കാതെ തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഈ ആവറേജിന് താഴെ വരുമ്പോൾ നമുക്ക് നല്ല ചാൻസ് എടുക്കാം. അതുപോലെ ഈ വാബാഗ് എന്ന് പറയുന്ന ഷെയർ, വാബാഗ് ഈ R1-ഉം പ്രീവിയസ് ഡേ ഹൈയും അടിച്ചതിന് ശേഷം ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണിത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റേറ്റ് ഗെയിനും അതുപോലെ ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ 2 റേഞ്ചിൽ നിന്ന് എവിടെ നിന്ന് ഇറക്കാൻ തന്നാൽ നമുക്ക് എൻട്രി എടുത്ത് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഹെറിറ്റേജ് ഫുഡ് നോക്കി ചെയ്യുക. കിർലോസ്കർ എഞ്ചിനീയറിങ്ങും ഈ ലെവലുകൾ വന്നതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. ലാൽപത് ലാബ് എന്ന് പറയുന്ന ഷെയർ റിസൾട്ട് നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചാൻസ് എടുക്കാൻ പറ്റുന്നത് ഈ R1 പോയിട്ട് R1-ന് താഴെ വരുമ്പോൾ എൻട്രി എടുക്കാം. പിന്നെ ഈ ഹൈ 2540 താഴെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി. പക്ഷേങ്കിൽ ആ സമയത്ത് വന്നിരിക്കുന്ന ഒരു ഹൈയുടെ മുകളിൽ പക്കാ സ്റ്റോപ്പ് ലോസ് വേണം. UPയിൽ ശ്രദ്ധിക്കുക. UPയിൽ ഇന്ന് അവരുടെ റിസൾട്ട് വന്നു, കുഴപ്പമില്ലാത്ത റിസൾട്ടാണ്. കഴിഞ്ഞ ക്വാർട്ടറിലും ഒക്കെ പിന്നെ റിസൾട്ട് വന്നിട്ട് മോശമായിരുന്നു. ഈ പ്രാവശ്യം അവരുടെ റിസൾട്ടും വലിയ കുഴപ്പമില്ല,
പിന്നെ അവരുടെ ഒരു അടുത്ത ഒരു ക്വാർട്ടർ, അടുത്ത ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള അവരുടെ ഒരു മാർക്കറ്റ് കമൻട്രി വന്നേക്കുന്നത് ഇച്ചിരി പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ടാണ് ഷെയർ കയറിയേക്കുന്നത്. എന്നാലും നമുക്ക് ഈ R1 റേഞ്ചിൽ നിന്ന് താഴോട്ട് കിട്ടണം, അതായത് 548 മുകളിൽ പോയിട്ട് ഇറങ്ങി കിട്ടുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുക്കാം. നാളെ ഓപ്പണിങ് ചിലപ്പോൾ ഈ 540 മുകളിൽ പോയിട്ട് തിരിച്ച് ഇച്ചിരി ഒന്ന് ഇറങ്ങും. പക്ഷേ അതിനെക്കാട്ടി സ്പീഡ് ചിലപ്പോൾ തിരിച്ച് കയറി പോകാനാണ് ചാൻസ് കൂടുതൽ. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾക്ക് ധൈര്യമായിട്ടൊരു 550 മുകളിൽ പോയിട്ട് 548 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സെല്ല് ചെയ്യാം. തേജസ് നെറ്റും ഒരു ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഷെയറാണ് അപ് ട്രെൻഡിലോട്ട്. അതിനകത്ത് ചാൻസ് വരുമ്പോൾ മാത്രം ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കുക. സ്പെൻസറിനകത്ത് R1 റേഞ്ചിൽ നിന്നോ R2 റേഞ്ചിൽ നിന്നോ ചാൻസ് വരുവാണെങ്കിൽ എൻട്രി എടുക്കുക. ഹിന്ദുസ്ഥാൻ സിങ്ക് 10% 10 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഷെയർ കാണിച്ചിട്ടുണ്ട്. എന്നാലും നാളെ ഇത് 600 റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഈ 607 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ലൊരു ചാൻസ് ആയിരിക്കും. ABB വലിയ ഷെയറാണ്, അപ്പം ആൾക്കാരത് നോക്കി വേണം ചെയ്യാൻ. നാളെ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ഞാനൊരു പ്രാവശ്യം ചാൻസ് എടുക്കും. ഞാൻ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യില്ല, 10 25 അല്ലെങ്കിൽ മാക്സിമം 50 ഷെയർ, അതിൽ കൂടുതൽ ചെയ്യില്ല. ചിലപ്പോൾ പല പ്രാവശ്യമായിട്ട് ചെയ്തെന്നിരിക്കും, പല ഒറ്റയടിക്ക് ചെയ്യത്തില്ല. ഈ ഒറ്റയടിക്ക് 25-50 ഷെയറിലെ ട്രേഡ് എടുക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എടുക്കും. കഴിവതും ഒഴിഞ്ഞു നിൽക്കുക, നോർമൽ ട്രേഡേഴ്സ് എല്ലാം ഒഴിഞ്ഞു നിൽക്കുക ഈ ഷെയറിനത്. SCPL എന്ന് പറയുന്ന ഷെയർ 500 മുകളിൽ പോയിട്ട് ഈ 498 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാമെന്ന് തോന്നുന്നു. അതുപോലെ ഡീലിങ്ക് ഇന്ത്യ ഇന്ന് നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. നമുക്ക് R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല ആ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാലും ഇത് ഈ ഏകദേശം അടുത്തായിട്ട് ഈ റേഞ്ച് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ 411 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ചാൻസ് എടുക്കാം. അതല്ല 404 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല, എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല, ക്വാണ്ടിറ്റി കുറച്ചേ എടുക്കാവൂ. പിന്നെ ഈ 3 ഷെയർ 20% അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഈ 3 ഷെയർ പെർസെൻറ്റേജിൽ ഓപ്പണിങ് ചിലപ്പോൾ ഈ DYCL എന്ന് പറയുന്ന ഷെയർ 5% മുകളിലാണ് R1. അപ്പോൾ ഇതിൻ്റെ ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. DYCL എന്ന് പറയുന്നത്. സ്മാർട്ട് ലിങ്ക് R1 എന്ന് പറയുന്നത് അതും 5% മുകളിലാണ്. എനിക്ക് തോന്നുന്നു ഈ സ്മാർട്ട് ലിങ്ക് മിക്കവാറും നാളെ ASM ലിസ്റ്റിൽ പോകും. കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് കാണിക്കുന്നതായിട്ട് നാളെ ASM ലിസ്റ്റിൽ പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ 318 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും. അതല്ല ഒരു 304 305 ഓപ്പണായിട്ട് 299 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്നത്തെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് നോക്കി ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട്രേഡിങ്ങിന് എടുത്തിരുന്ന ഷെയർസാണ് 15 ഷെയർസ് എടുത്തു. അതിനകത്തൊരു 5-6 ഷെയറേ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ചാൻസ് തന്നുള്ളൂ. ബാക്കി ചിലതിനകത്തൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട്, പക്ഷേ എങ്കിൽ തിരിച്ചതുപോലെ കയറുന്നുണ്ട്. നമുക്ക് ഇപ്പം ഇന്ന് JWL എന്ന് പറയുന്ന ഷെയർ നമുക്ക് നല്ല ചാൻസ് വന്ന ഷെയർ. JWL ഓപ്പണിങ്ങിൽ ഇച്ചിരി ഡൗണിൽ പോയതിന് ശേഷം അത് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചതിന് ശേഷം തിരിച്ചറിയാം. നമ്മളിപ്പോൾ ഈ റേഞ്ച് എൻട്രി എടുത്താൽ 497 എൻട്രി എടുത്താൽ നമുക്ക് 470 27 രൂപ പ്രോഫിറ്റ് തന്നിരുന്നു. പിന്നെ അതിന് ശേഷം അത് ആവറേജിന് മുകളിൽ ട്രേഡായെങ്കിലും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയില്ല. ഇതാണ് പ്രീവിയസ് ഡേ ഹൈ, അതിന് മുകളിൽ പോയില്ല. ഇവിടെ ഏകദേശം അടുത്തൊക്കെ വന്നിട്ട് വീണ്ടും തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങി വന്നു. അതിനകത്ത് നോക്കിയിരുന്ന് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ UPL എന്ന് പറയുന്ന ഷെയർ UPL ഓപ്പണിങ്ങിൽ നമുക്ക് ഇത് കണ്ടില്ലേ, R1 മുകളിൽ പോയി ഇറങ്ങിയപ്പോൾ നമുക്ക് ഈ 516 റേഞ്ച് ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് 505 11 രൂപ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം R2 മുകളിൽ പോയി റിസൾട്ട് വന്നതിന് ശേഷം R2 മുകളിൽ പോയി എന്നിട്ട് തിരിച്ചിറങ്ങി.
531 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 513, 513 18 രൂപ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കയറിപ്പോയി. റിസൾട്ടിൻ്റെ ഒരു എഫക്റ്റ് അത് വീണ്ടും കയറിപ്പോയി. പക്ഷേ 2 പ്രാവശ്യം നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം എൻഡ്യൂറൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. 2118 അല്ലെങ്കിൽ 15 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം 98 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. 1 സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് കാണിച്ചത്. അതിനുശേഷം PEL എന്ന് പറയുന്ന ഷെയർ, പിരമൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, ജസ്റ്റ് പ്രീവിയസ് ഡേ ഹൈയിൽ അടിച്ച് ഇറങ്ങി. അത് വലുതാകും കാണാൻ വീക്ക് പോയി അത് അടിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടം വരെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരെ വന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് 848 റേഞ്ച് എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ 806 എന്ന് പറയുമ്പോൾ ഏകദേശം 40 രൂപയ്ക്ക് മുകളിൽ അതിനകത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയിരുന്ന് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ചാൻസ് കിട്ടും. നമ്മൾ റിസ്ക് എടുക്കാതെ വേണം ചെയ്യാൻ. ഓരോരുത്തർക്കും അറിയാം, ഓരോരുത്തരുടെയും കപ്പാസിറ്റി അറിയും. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ 1000 രൂപയുടെ ലോസേ താങ്ങാനാകത്തുള്ളൂ എങ്കിൽ അതിൻ്റെ അനുസരിച്ച് മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാവൂ. അല്ലാതെ ഞാൻ പോയി 5000 രൂപയുടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കപ്പാസിറ്റി അറിഞ്ഞ് ട്രേഡ് എടുക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.